കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. മിക്ക മതങ്ങളിലും വിശുദ്ധിയെ ലക്ഷ്യമാക്കിയുള്ള ആചാരപരമായ കഴുകലുകൾ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ കാലത്ത് ഗ്രീക്കോ റോമൻ പുറജാതി മതങ്ങളിലും അവിടുത്തെ ആരാധനകളിലും ദൈവത്തെ സമീപിക്കുന്നതിന് പ്രാരംഭമായിട്ട് ചില കഴുകലുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലേവ്യ പുസ്തകം 8-ാം അധ്യായം 16-ാം വാക്യത്തിലും 14-ാം അധ്യായം 9-ാം വാക്യത്തിലും യഹൂദന്മാരുടെ ഇടയിലുള്ള വെള്ളം കൊണ്ടുള്ള ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള കഴുകലിനെക്കുറിച്ച് സർവ്വസാധാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യേശുവിൻ്റെ കാലഘട്ടത്തിൽ പുറജാതിക്കാർ യഹൂദ മതത്തിലേക്ക് ചേരുമ്പോൾ പരിച്ഛേദന മാത്രമല്ല, സ്നാനവും നടത്തുക പതിവായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള മതപരിവർത്തന സ്നാനം ഒരിക്കൽ മാത്രം നടത്തിയിരുന്നു. സ്റ്റാക്ക് ബില്ലർ എന്നുള്ള പണ്ഡിതൻ പറയുന്ന പ്രകാരമാണ്, മതപരിവർത്തന സ്നാനം സ്വീകരിക്കുന്ന ആളുകളുടെ കുട്ടികളെയും ശിശുപ്രായത്തിൽ തന്നെ പരിച്ഛേദന കഴിക്കുകയും സ്നാനം നടത്തുകയും ചെയ്തിരുന്നതിന് പല രേഖകളും ഉണ്ട് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. യോഹന്നാൻ സ്നാപകൻ്റെ സ്നാന ശുശ്രൂഷയെക്കുറിച്ച് സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിൻ. ഈ ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് അദ്ദേഹം ആളുകളെ സ്നാനപ്പെടുത്തിയിരുന്നത്. അതാകട്ടെ പാവത്തിന് വേണ്ടിയുള്ള മാനസാന്തര സ്നാനമായിരുന്നു നടത്തിയിരുന്നത്. ആദ്യ നൂറ്റാണ്ടിൽ ചാവുകടൽ പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കുമ്രാൻ സമൂഹത്തിൽപ്പെട്ടവരും ആചാരപരമായ ഇത്തരം കഴുകലുകൾ നടത്തിയിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ലഭ്യമാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സ്നാനം അതുല്യമായിരുന്നു, നിസ്തുല്യമായിരുന്നു. പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി വരുന്നു. ദൈവത്തിൻ്റെ സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. പുത്രനായ യേശു ജലത്തിൽ നിൽക്കുന്നു. ഇങ്ങനെ അതുല്യമായൊരു സ്നാനമാണ് യേശുവിൻ്റെത്. അതൊരിക്കൽ മാത്രം നടത്തപ്പെട്ടതാണ്. അങ്ങനെ മറ്റൊരു യേശുവിനെ എടുത്ത സ്നാനം മറ്റാൾക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് യേശു പറയുന്നുണ്ട്. യേശുവിനെ സ്നാനപ്പെടുത്തുവാൻ വിമുഖത കാണിക്കുന്ന സ്നാപക യോഹന്നാനും എന്നാൽ ഇപ്പോൾ സമ്മതിക്കുക, ഇത് ആവശ്യമാണ് എന്ന് പറയുന്ന യോഹന്നാൻ സ്നാപകനെയും കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പാപികളായ മനുഷ്യവർഗത്തോട് താതാത്മ്യപ്പെടുവാൻ വേണ്ടിയാണ് യേശു ആ സ്നാനം സ്വീകരിക്കുന്നത്. ബാപ്റ്റിസം എന്നുള്ള ഒരു ഗ്രീക്ക് പദമാണ് സ്നാനത്തിന് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും അതിൻ്റെ അർത്ഥം മുക്കുക, കോരി ഒഴിക്കുക, തളിക്കുക, കഴുകുക, കുളിക്കുക, നനയ്ക്കുക, ഇങ്ങനെയൊക്കെയാണ് പല അർത്ഥങ്ങളാണ് അതിന് കൊടുത്തിരിക്കുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ സ്നാനം ഒന്നേ ഉള്ളൂ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഒരു സ്നാനം മാത്രമേ ഉള്ളൂ. ഇന്ന് പലപ്പോഴും സ്നാനത്തിൻ്റെ പേരിലാണ് സഭകൾ വിഭാഗിച്ച് നിൽക്കുന്നത്, പല ഭാഗങ്ങളായി തിരിയപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, സ്നാനം ഒന്നേ ഉള്ളൂ, ഒരിക്കൽ മാത്രമേ സ്നാനം എടുക്കുവാൻ പാടുള്ളൂ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. സ്നാനത്തിലൂടെയാണ് ഒരുവൻ ക്രിസ്തു ശരീരമായ സഭയിൽ അംഗമായി തീരുക. ഈ ഒരു പ്രാധാന്യമാണ് സ്നാനത്തിന് സഭയിൽ ഉള്ളത് എന്നുള്ളത് നാം മനസ്സിലാക്കുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന ചിന്താവിഷയം സ്നാനം ഉയരത്തു നിന്നുള്ള ജനനം എന്നുള്ളതാണ്. ബാപ്റ്റിസം, ബോൺ ഫ്രം എബവ്, ഉയരത്തു നിന്നുള്ള ജ്ഞാനം എന്നുള്ളതാണ്. നാം ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റവരാണ്. റോമാലേഖനം 6-ാം അധ്യായം പരിശോധിക്കുമ്പോൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അപ്പോസ്തലൻ പൗലോസ് പറയുന്നൊരു കാര്യം അത് തന്നെയാണ്. നാം ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. സ്നാനം അത് മുങ്ങി വേണോ, തളിച്ചു വേണോ, ഒഴിച്ചു വേണോ, ഇനി മുതിർന്നവരാണോ ശിശുക്കളാണോ എടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്, വിശ്വസിച്ചിട്ട് സ്നാനമേൽക്കണോ അതോ സ്നാനമെടുത്തിട്ട് വിശ്വാസത്തിൽ വളർത്തിയാൽ മതിയോ, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ ഈ ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ നമ്മൾ യഥാർത്ഥമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? സ്നാനത്താൽ നാം ക്രിസ്തു ശരീരമായ സഭയുടെ അംഗങ്ങളായി തീരുന്നു. ഇതാണ് എൻ്റെ യഥാർത്ഥമായ അർത്ഥമെന്നുള്ളത്. അത് ചെറുപ്പത്തിലാവാം, മുതിർന്നിട്ടാവാം, മുക്കിയോ തളിച്ചോ ഒഴിച്ചോ ഏത് രീതിയിൽ വേണമാകാം. പക്ഷെ ഒരു പ്രാവശ്യം മാത്രമേ അത് സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഒരു കൂദാശയുടെ പേരിൽ തന്നെയാണ് പലപ്പോഴും പല വിഭാഗീയതയും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും
സഭകളേറെ വിഘടിച്ചു നിൽക്കുന്നു എന്നുള്ളതും കൂടെ ഈ അവസരത്തിൽ നാം ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. സ്നാനപ്പെടുന്നവരായ ഒരുവൻ ക്രിസ്തുവിൻ്റെ മരണത്തിന് പങ്കാളിയാകുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. സ്നാനപ്പെടുന്നവൻ ക്രൂശിക്കപ്പെടുവാനാണ് വിളിക്കപ്പെടുക. സ്നാനപ്പെടുന്നവൻ ക്രൂശിക്കപ്പെടുവാനാണ് വിളിക്കപ്പെടുക. മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ശിഷ്യന്മാരോട് യേശു ചോദിക്കുന്നുണ്ട്. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും കഴിയുമോ നിങ്ങൾക്ക്? സ്നാനം എന്നത് സുഖലോലുപതയിലേക്കുള്ള ചവിട്ടുപടിയല്ല, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുവാനുള്ള വിളിയാണത്. സ്നാനം എന്നുള്ളത് സുഖലോലുപതയിലേക്കുള്ള ചവിട്ടുപടിയല്ല, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുവാനുള്ള വിളിയാണത്. റോമാലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇനി നാം പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു. സ്നാനത്തിലൂടെ ഓരോരുവനും ക്രിസ്തുവിൻ്റെ മരണത്തോട് പങ്കാളികളായി ഭവിക്കുന്നു, ഏകീഭവിക്കുന്നു. ഇനി അവർ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ്, അവരല്ല, അവരിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് സ്നാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ മരണത്തോട് ഓരോരുത്തരും താതാത്മ്യപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയും. മറ്റൊന്ന്, നാം ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിക്കപ്പെടുവാൻ സ്നാനമേറ്റവരാണ്. നാം ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിക്കപ്പെടുവാൻ സ്നാനമേറ്റവരാണ്. സഭയുടെ നാഥനായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനാണ്, ഇന്നും ജീവിക്കുന്നവനാണ്. റോമാലേഖനം 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു: അവണ് നിങ്ങളും പാപം സംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങൾ തന്നെ എണ്ണുവിൻ. അവണ് തന്നെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങൾ തന്നെ എണ്ണുവിനെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തോടുള്ള ഏകീഭാവമാണ് സ്നാനം. ആയതിനാൽ നാം ഇന്ന് കാണുന്നത് പോലെ സ്നാനപ്പെട്ട് ക്രിസ്തു വിശ്വാസിയായി ജീവിക്കുന്നവർ ഇനി പാപത്തിന് അടിമകളാകാതെ ദൈവിക നീതിയുടെ വാഹകരായി ധാർമ്മിക ജീവിതത്തിന് ഉടമകളായി ജീവിക്കേണ്ടത് അനിവാര്യമാണ്. സ്നാനം എന്നുള്ളത് ഉയരത്തുനിന്നുള്ള ജനനമാണ്. സ്നാനം എന്നുള്ളത് ഉയരത്തുനിന്നുള്ള ജനനമാണ്. റോമാലേഖനം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു: നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തെയും ശരീരത്തെയും അതിൻ്റെ ഉപയോഗത്തെയും പുതിയൊരു പാന്താവിലേക്ക് ആനയിക്കുന്നു. നമ്മുടെ നിരവധി ആഗ്രഹങ്ങളും മോഹങ്ങളും ശരീരത്തെ അടിമപ്പെടുത്തുവാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളാക്കാനാണ് അവ ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ പാപവും മരണവുമാണ് ശരീരത്തിൽ വാഴുക. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ തേജസ് പ്രാപിച്ചവർ തങ്ങളുടെ ശരീരത്തെയും അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. അപ്പോൾ സ്നാനം എന്നുള്ള ഉയരത്തിനുള്ള ജനനം, ഒരുവൻ സ്നാനപ്പെടുമ്പോൾ ഉയരത്തിനുള്ള ജനനമാണ് സംഭവിക്കുക. ക്രിസ്തുവിൽ പുതു സൃഷ്ടിയായി അവൻ മാറ്റപ്പെടുന്നു. ക്രിസ്തുവിൽ ഒരു പുതു സൃഷ്ടിയായി മാറ്റപ്പെടും. ഇനി ജീവിക്കുന്നത് അവനല്ല, അവനിൽ ക്രിസ്തുവാണ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ക്രിസ്തുവേശുള്ള ഭാവം തന്നെയാണ് ഉണ്ടാവേണ്ടത്. ഒരുവനെ സ്നാനപ്പെടുത്തുമ്പോൾ ഇനി അവൻ പഴയ ജീവിതമല്ല, ഒയ്യൂട്ടേൻ ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതം മാറി പുതിയൊരു ജീവിത ശൈലിക്ക്, ഭാവത്തിന് ഉടമകളായി മാറുന്നു. പുതിയ ജീവിതശൈലി ഉണ്ടാകുന്നു. ഇതുവരെയുള്ള പാപ ജീവിതം മാറ്റി പുതിയൊരു ജീവിതത്തിനുടമയായി ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ ജീവിക്കുവാൻ അവൻ മാറ്റമുള്ളവനായി മാറും എന്നുള്ളതാണ് അതിൻ്റെ പഴയ സ്വഭാവം മാറി പുതിയ സ്വഭാവത്തെ ധരിക്കുന്നു, പുതിയ ശൈലി ധരിക്കുന്നു. ഇതാണ് സ്നാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരർത്ഥം. ഒരു കുഞ്ഞിനെ സ്നാനപ്പെടുത്തുകയാണെങ്കിലും മുതിർന്ന ഒരാളെ സ്നാനപ്പെടുത്തുകയാണെങ്കിലും ഇനി മുതൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ദൈവാത്മാവിൻ്റെ ശക്തി അവനിൽ ആവസിക്കുന്നു. ദൈവം അവൻ ക്രിസ്തു അവനോട് കൂടെ പറഞ്ഞു, അവൻ ക്രിസ്തുവിൽ ആയിത്തീരുന്ന അനുഭവമാണ് ഉണ്ടായിത്തീരുക. പഴയതെല്ലാം മാറി ഇതാ പുതുതായി തീർന്നിരിക്കുന്നുള്ള അനുഭവത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. ഒരിക്കൽ ഒരു ഗുരു തീർത്ഥയാത്ര പോകുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ ഒരു പാവയ്ക്ക ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോകുന്ന എല്ലാ തീർത്ഥക്കുളങ്ങളിലും നിങ്ങൾ കുളിക്കുന്നതോടൊപ്പം ഈ പാവയ്ക്കയും കൂടി കുളിപ്പിച്ചു കൊണ്ടുവരിക. അങ്ങനെ ധാരാളം തീർത്ഥാടനങ്ങൾ അവർ നടത്തി. അനേകം കുളങ്ങളിൽ അവർ മുങ്ങിക്കുളിച്ച് ശുദ്ധരായി തിരികെ വന്നു. നാളുകൾക്കേറെ ശേഷം അവർ തിരികെ വന്നു. എന്നിട്ട് ഈ പാവയ്ക്ക ഭവ്യതയോടുകൂടെ ഗുരുവിൻ്റെ കയ്യിൽ കൊടുത്തു. ഗുരു അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പാവയ്ക്ക കൊണ്ടുപോയി കറി വെച്ച് കൊണ്ടുവരിക. അങ്ങനെ അവർ ഈ പാവയ്ക്ക കൊണ്ടുപോയി കറി വെച്ച് ഗുരുവിന് കൊടുത്തു. ഗുരു കഴിച്ചിട്ട് പറഞ്ഞു, പാവയ്ക്കയ്ക്ക് ഇപ്പോഴും കയ്പ് തന്നെയാണല്ലോ, പാവയ്ക്കയ്ക്ക് ഇപ്പോഴും കയ്പ് തന്നെയാണല്ലോ. ഓർക്കുക, തീർത്ഥാടനങ്ങൾ നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള യാത്ര നടത്തിക്കൊണ്ടോ ഒന്നും നമ്മുടെ പാവ സ്വഭാവങ്ങൾ മാറുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക. അതിന് പുതിയൊരു മാറ്റം അനിവാര്യമാണ്. യഥാർത്ഥമായ മാനസാന്തരം അനിവാര്യമാണ്. ഇവിടെ സ്നാനത്തിലൂടെ ഒരുവൻ പുതു സൃഷ്ടിയായി മാറ്റപ്പെടുകയാണ്. അവൻ ക്രിസ്തുവിൽ ജനിക്കുകയാണ് ചെയ്യുക. ക്രിസ്തുവാണ്
ഇനി അവൻ വാഴുക. അതുകൊണ്ട് പുതിയ സ്വഭാവത്തിന് ഉടമകളായി മാറുന്നു. അവൻ്റെ സ്വഭാവം, പെരുമാറ്റം, വാക്കുകൾ, ചിന്താരീതികൾ, ജീവിതശൈലികളെല്ലാം ഉയരത്തു നിന്നുള്ള ചിന്തകളായി മാറുന്നു. ഉയരത്തിലുള്ള ചിന്തിക്കുവാൻ അവന് സാധിക്കുന്നു. അതുകൊണ്ട് സ്നാനത്തിൻ്റെ ഈ അർത്ഥം നമ്മൾ മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു പുതു സൃഷ്ടിയായി ജീവിക്കുക. ക്രിസ്തുവിലുള്ള ജനനമാണ് സ്നാനത്തിലൂടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ജീവൻ നയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയില്ല. വെള്ളത്താൽ ജനനം എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ ജഡികമായ ജനം തന്നെയാണ്. ആത്മാവ് ജനിക്കുക എന്നുള്ളത് ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ടുള്ള ജനത്തെക്കുറിച്ച് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതാണ് സ്നാനത്തിൻ്റെ അർത്ഥം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങൾ ദൈവമേ, സ്നാനത്തിലൂടെ പുതുസൃഷ്ടികളായി, പുതുഭാവത്തിനുടമകളായി, ക്രിസ്തുവേശുള്ള ഭാവം ധരിച്ചുകൊണ്ട് സമൂഹത്തിൽ, സഭയിൽ, കുടുംബത്തിൽ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി വചനപ്രകാരം വചനത്തിൽ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നൽകിയ വചനത്തിനായ സ്തോത്രം. വചനം കേട്ടവരെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.